നമസ്കാരം. അങ്ങനെ കേന്ദ്രവും കേരളവും ധാരണയായി PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചു. അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫണ്ട് കിട്ടാൻ വേണ്ടിയാണത്രേ ഒപ്പുവെച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ല എന്ന്. ഫണ്ട് കിട്ടണമെങ്കിൽ NEP പൂർണ്ണമായി അംഗീകരിക്കണമെന്ന് കേന്ദ്രവും പറയുന്നു. ഇതുകൊണ്ടൊക്കെ സ്വന്തം അണികളെ പറ്റിക്കാൻ കഴിയും, പക്ഷെ നാട്ടുകാരെ മൊത്തം പറ്റിക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രി. ഇനി എന്താണ് ഈ PM ശ്രീ പദ്ധതി? എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കരുത് എന്ന് പറയുന്നത്? 2020 വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗൂഢ പദ്ധതിയാണിത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ടും കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ലാത്തതുകൊണ്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ച ഒരു ഗൂഢ വഴിയാണിത്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഫണ്ട് കിട്ടണമെങ്കിൽ NEP നടപ്പിലാക്കണം. എന്താണ് 2020 മോദി മുന്നോട്ട് വെച്ച NEP? കോവിഡ് കാലത്ത്, അതായത് 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തു വരുന്നത്. കാലാനുസൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറിയേ മതിയാകൂ, സംശയമില്ല. പക്ഷേ അത് രാജ്യത്തെ മുഴുവൻ കുഞ്ഞുങ്ങളെയും ഉൾക്കൊള്ളുന്നതും ആഗോള വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതുമാകണം. 1968 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വിദ്യാഭ്യാസ മന്ത്രിയായ MC ചഗ്ലയാണ് നയരൂപീകരണത്തിന് അന്ന് നേതൃത്വം കൊടുത്തത്. ഡോക്ടർ DS കോത്താരിയായിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷമാണ് അന്ന് നയം രൂപീകരിച്ചത്. മഹാത്മാഗാന്ധിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി, 1948 ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ, 1950 സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം, 1953 സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ തുടങ്ങി അന്നുവരെയുള്ള മുഴുവൻ രേഖകളും വിശദമായി ചർച്ച ചെയ്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് അന്ന് തയ്യാറാക്കിയത്. സുതാര്യവും ജനാധിപത്യപരവുമായ ആ നയമാണ് ഇന്നും ഭാരതീയ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന രേഖ. 1986 രാജീവ് ഗാന്ധി മനുഷ്യ വിഭവശേഷിയെ വികസനത്തിനായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് തുടക്കം കുറിച്ചു. ഹയർ സെക്കൻഡറി, അധ്യാപക വിദ്യാഭ്യാസം തുടങ്ങി ഇന്ന് കാണുന്നതെല്ലാം ആ നയത്തിന്റെ സംഭാവനയാണ്. ഈ രണ്ട് വിദ്യാഭ്യാസ നയത്തിന്റെയും പ്രത്യേകത ചർച്ചകളെല്ലാം ജനാധിപത്യപരമായിരുന്നു എന്നതാണ്. 2020 വിദ്യാഭ്യാസ നയം പുറത്തു വന്നപ്പോൾ അതിന്റെ സ്വഭാവം രഹസ്യാത്മകവും ഏകാധിപത്യപരവുമായിരുന്നു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത പാർലമെന്റിൽ ബില്ല് ചർച്ചയ്ക്ക് എടുത്തിട്ടേയില്ല എന്നതാണ്. മാത്രമല്ല, ഒരു തരത്തിലുമുള്ള ചർച്ചകൾ രാജ്യത്ത് നടന്നിട്ടുമില്ല. വാജ്പേയി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതൽ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം RSS സ്വപ്നം കണ്ടു തുടങ്ങിയതാണ്. പക്ഷെ അന്ന് സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ എതിർപ്പ് കാരണം അത് നടക്കാതെ പോയി. എന്നാൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ RSS വീണ്ടും ആ ചർച്ച ചൂടുപിടിപ്പിച്ചു. RSSന് വേണ്ടി പുസ്തകം എഴുതുന്ന ദിനനാഥ് ബദ്ര വിദ്യാഭാരതിയുടെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു നിവേദനം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്മൃതി ഇറാനിക്ക് നൽകി. ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് സഹായമാകുന്ന പാഠ്യപദ്ധതിയാണ് വിദ്യാഭാരതിയുടേത്. ഈ പദ്ധതിയിലെ ആശയങ്ങളാണ് ആ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മന്ത്രി അത് NCERTക്ക് കൈമാറി. പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് തയ്യാറാക്കിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് നിർദ്ദേശങ്ങളിന്മേൽ ചർച്ച നടത്താൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തതായി അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 10+2 എന്നായിരുന്നു ഇതുവരെ നമ്മൾ പിന്തുടർന്നു പോകുന്നത്. ഇനി അത് 5+3+3+4 എന്നതാണ്. അതായത് 3 വയസ്സ് മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ പ്രൈമറി, 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ലോവർ പ്രൈമറി, 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ അപ്പർ പ്രൈമറി, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സെക്കൻഡറി. ഇവിടെ ഗൗരവമായ ഒരു സംഗതിയുണ്ട്. കേരളത്തിൽ വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സംവിധാനം ഇനി ഉണ്ടാവില്ല. ലയനം നടക്കുമ്പോൾ സെറ്റും നെറ്റും ഒക്കെ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും നിരാശരാകേണ്ടി വരും. തൊഴിലില്ലായ്മ അതിരൂക്ഷമാകും. മാത്രമല്ല, നിലവിലുള്ള അധ്യാപകർക്ക് ഇരട്ടിപ്പണി ചെയ്യേണ്ടിയും വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമ്മിഞ്ഞപ്പാലിന്റെ മണം മാറാത്ത കുഞ്ഞുങ്ങൾ 3ാമത്തെ വയസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതായി വരുന്നു എന്നതാണ്. ലോകത്ത് ഒരിടത്തും 3 വയസ്സുള്ള കുട്ടി ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല എന്നോർക്കണം. ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള എല്ലാ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കും വിരുദ്ധവുമാണത്. സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ പോലും 6 വയസ്സിലാണ് ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. എന്താണ് ഈ ഘടനാപരമായ മാറ്റത്തിന്റെ രാഷ്ട്രീയമെന്ന് നമുക്ക് നോക്കാം.
3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരേ കുടക്കീഴിൽ BJP വിഭാവനം ചെയ്യുന്ന കേന്ദ്രീകൃത പാഠപുസ്തകത്തിന് കീഴിൽ ഒരു കുട്ടിയെ കിട്ടുന്നു. ഇവിടെയാണ് അതിന്റെ രാഷ്ട്രീയം. കാരണം 18 വയസ്സ് എന്നത് വോട്ടിംഗ് പ്രായമാണ്. 6ാം ക്ലാസ് മുതൽ തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങണമെന്നും ഈ നയം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തിനാണ് ഈ 6ാം ക്ലാസ്? നോക്കൂ, ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് കുട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചു തുടങ്ങുന്നത്. ഇതിനായി മാറ്റിവെക്കേണ്ട സമയം ഇനി തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ കുട്ടിക്ക് ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ടി വരില്ല, നെഹ്റുവിനെ കുറിച്ച് പഠിക്കേണ്ടി വരില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും പഠിക്കേണ്ടി വരില്ല. തൊഴിൽ വൈദഗ്ധ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലും മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത നാട്ടിലാണ് 6ാം ക്ലാസ് മുതൽ തൊഴിൽ പഠിക്കാൻ തുടങ്ങേണ്ടി വരുന്നത് എന്നോർക്കണം. മൺപാത്ര നിർമ്മാണവും മേസ്തിരിപ്പണിയും ആശാരിപ്പണിയും ഒക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അവിടെ വെച്ച് ഒരു കുഞ്ഞിന്റെയും വിദ്യാഭ്യാസം നിലച്ചു പോകരുത് എന്ന് മാത്രം. 10ാം ക്ലാസ്സിൽ പഠനം നിർത്താമെന്നും വേണമെങ്കിൽ പിന്നീട് തുടരാമെന്നും ഈ നയം പറയുന്നുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. തുടർ പഠനം നിർബന്ധിതമായ ഒരു രാജ്യത്ത് എന്തിനാണ് വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെ കുട്ടിക്ക് ഒരു ഇടവേള? പറയാം, പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ തൊഴിലുകളിലേക്ക് മടങ്ങിപ്പോകും. ഒരു തിരിച്ചുവരവ് പിന്നീട് ഉണ്ടാകില്ല. ഇതാണ് ഈ രാജ്യത്തെ മുതലാളിമാർ ആഗ്രഹിക്കുന്നതും. ലോകോത്തര നിലവാരമുള്ള വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഘടനാപരമായ മാറ്റത്തിന് പാശ്ചാത്യ മോഡൽ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമാണിത്! യോഗയും വാസ്തുവും ജ്യോതിഷവും വേദഗണിതവും ഒക്കെ ഇനി പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ വിദ്യാഭ്യാസ നയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് RSSന് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ്. റിപ്പോർട്ടിൽ ഉടനീളം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഓട്ടോണമി അഥവാ സ്വയംഭരണം. അതായത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അംബാനിമാരുടെ കയ്യിൽ നിന്ന് വിദ്യാഭ്യാസം വിലയ്ക്ക് വാങ്ങാം. മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് പൊതുവിദ്യാഭ്യാസം പതുക്കെ പതുക്കെ ഇല്ലാതാകും. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മേൽപ്പറഞ്ഞ തൊഴിലുകളിലേക്ക് മടങ്ങിപ്പോകും. കലാലയങ്ങളിൽ 25% സീറ്റുകൾ സംവരണ സീറ്റുകളായി മാറ്റിവെക്കണമെന്നതാണ് ചട്ടം. ഇതിനെക്കുറിച്ചും വിദ്യാഭ്യാസ നയം പറയുന്നില്ല. അതായത് ദുർബല വിഭാഗത്തിന് ഭരണഘടന ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസ അവകാശങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതാകും എന്നർത്ഥം. ദളിത്, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ മുഖ്യധാര വിദ്യാഭ്യാസത്തിൽ നിന്ന് അങ്ങനെ പുറന്തള്ളപ്പെടും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചരിത്രത്തിലേക്ക് ഒരു പിന്മടക്കം. ഇനി റിപ്പോർട്ടിൽ പറയുന്ന ഭാരത കേന്ദ്രീകൃത സംവിധാനത്തെക്കുറിച്ച് പറയാം. ഇവിടെ സെൻട്രലൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് എന്നതാണ് പ്രധാനപ്പെട്ട അജണ്ട. ഫെഡറൽ സംവിധാനമായിരുന്നു ഇതുവരെ വിദ്യാഭ്യാസത്തിൻ്റെത്. ഇനി മുതൽ സംസ്ഥാനങ്ങൾക്ക് പാഠപുസ്തകം തയ്യാറാക്കാൻ അവകാശമില്ല. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ സംസ്കാരമാണ്, വ്യത്യസ്തമായ ചരിത്രമാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്രം പറയും ഇനി എന്ത് പഠിക്കണം എന്ന്. ചുരുക്കത്തിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മതാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് തന്നെയാണ്. ഇതിനാണ് പിണറായി സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്.